ഇബ്രാഹിം നബിയുടെയും കുടുംബത്തിന്റെയും ത്യാഗവും സമർപ്പണവും വിളിച്ചോതുന്നതാണ് ഓരോ ബലിപെരുന്നാളും. പെരുന്നാളിനോടനുബന്ധിച്ച് വിവിധ മസ്ജിദുകളും ഓഡിറ്റോറിയവും കേന്ദ്രീകരിച്ച് ഈദ് നമസ്കാരം നടന്നു. സുമംഗലി ഓഡിറ്റോറിയത്തിൽ നടന്ന ഈദ് ഗാഹിന് മതപണ്ഡിതൻ അഷ്റഫ് ഏഗരൂൽ കാർമ്മികത്വം വഹിച്ചു. ദൈവിക പരീക്ഷണത്തിന് മുകളിൽ അടിമ വിജയിച്ചതിന്റെ ആഘോഷമാണ് ഓരോ ബലിപ്പെരുന്നാളും. പ്രവാചകനായ ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും നേരിട്ട ആത്മത്യാഗങ്ങളും ഈ ദിവസങ്ങളിലെല്ലാം അനുസ്മരിക്കപ്പെടുന്നു. അല്ലാഹു അക്ബർ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലികി യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സാമൂഹിക ജീർണതയ്ക്കും അനീതിക്കുമെതിരെ ശബ്ദിക്കാനുള്ള പ്രചോദനമാണ് ബലിപ്പെരുന്നാളെന്നും നിരപരാധികളായ പലസ്തീൻ ജനതയ്ക്ക് മുന്നിൽ ഇസ്രായേൽ നടത്തുന്ന അതിക്രമങ്ങൾ അപലപനീയമാണെന്നും ആശംസാ സന്ദേശം നൽകിക്കൊണ്ട് മതപണ്ഡിതൻ അഷ്റഫ് ഏഗരൂർ പറഞ്ഞു. ഒരു വ്യക്തിക്ക് സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത, ഒരു സമൂഹം ഒന്നടങ്കം ശ്രമിച്ചാൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെയും അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട്, അവന്റെ നിർദ്ദേശങ്ങളെ ശിരസാ വഹിച്ചുകൊണ്ട്, അവൻ വരച്ചു കാണിച്ച പാതയിലൂടെ വഴിതെറ്റാതെ നടന്നുകൊണ്ട് ചെയ്തു തീർത്തവനാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, നിന്നെ നാം മനുഷ്യർക്ക് ഒരു നേതാവാക്കുകയാണ്. ഇവിടെ നിങ്ങൾ മരണം എന്ന് പറയുന്ന മഹാസത്യം, ആ സത്യത്തെ തിരിച്ചറിയുക. ആ തിരിച്ചറിവിൽ നിന്നാണ് ഇഷ്ടപ്പെട്ട സമർപ്പണം ഉണ്ടാവുക. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. സൃഷ്ടാവിൽ വിധേയപ്പെടുന്നതിന്റെയും പരീക്ഷണങ്ങൾ അതിജീവിക്കുന്നതിന്റെയും സാഹോദര്യത്തിന്റെയും ഐക്യത്തിന്റെയും കൂടിയാണ് ബലിപ്പെരുന്നാൾ. قد أفلح من تزكى وذكر اسم ربه فصلى. ജില്ലയിലെ പ്രധാന പള്ളികളായ കുറ്റിച്ചിറ മിഷ്കാൽ പള്ളി, മാനാഞ്ചിറ പട്ടാളപ്പള്ളി, പാളയം മൊയ്തീൻ പള്ളി, മർക്കസ് മസ്ജിദ് തുടങ്ങിയവിടങ്ങളിലും ഈദ്ഗാഹുകൾ നടന്നു. മഴയുടെ പശ്ചാത്തലത്തിൽ ഇത്തവണ കടപ്പുറത്തെ സംയുക്ത ഈദ്ഗാഹ് ഒഴിവാക്കിയിരുന്നു. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.